തോൽക്കാൻ മനസ്സുള്ളവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കാം നമുക്ക് ഈ ആഗമനകാലത്ത്. സ്നേഹത്തിന് ദൈവം ഒരു വരം കൊടുത്തിട്ടുണ്ട്. സ്നേഹം ആരെയും തോൽപ്പിച്ച് നൊമ്പരപ്പെടുത്തില്ല, അത് സ്വയം തോറ്റുകൊടുക്കും. ദൈവം സ്നേഹമായതുകൊണ്ട് പലവട്ടം മനുഷ്യരുടെ മുമ്പിൽ തോറ്റുകൊടുത്തിട്ടില്ലേ? സ്നേഹമെന്നതൊരിക്കലും പോർക്കളത്തിൽ വീറോടെ പൊരുതി നേടുന്ന വിജയകിരീടമല്ലാത്തതിനാൽ ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെ പലവട്ടം മനുഷ്യരുടെ മുമ്പിൽ തോറ്റു തരികയായിരുന്നു. ഏദൻ്റെ നിറക്കാഴ്ചകൾ കണ്ട് അവൻ്റെ കൈപിടിച്ച് നടന്ന ആദ്യ സന്തതികൾ പെട്ടെന്നൊരു പ്രലോഭന ദിവസം ജ്ഞാനവൃക്ഷ ഫലം ഭക്ഷിച്ച് ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് പർദീസയിൽ നിന്നും ഇറങ്ങിപ്പോയപ്പോൾ തോറ്റുപോയതാരാ? അനുജൻ്റെ നിണം വീണ മണ്ണിൽ നിന്ന് കായൽ കയർത്തു സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാൻ? അപ്പോൾ തോറ്റുപോയതാരാ? നേറുന്ന ദൈവത്തിൻ്റെ തോൽവി തന്നെയായിരുന്നു അത്. ആകാശമുട്ടുന്ന ബാബേൽ ഗോപുരം തീർത്തപ്പോഴാകട്ടെ ആ തോൽവിയുടെ അഗാധതയാണ് കൂടിയത്. സ്നേഹം മൂലം തോറ്റുപോവുകയെന്ന് ദൈവത്തിന് ഇപ്പോൾ ഒരു ശീലമായിരിക്കുന്നു. ഒടുവിൽ ദൈവത്തെപ്പോലെ ആകാൻ ആഗ്രഹിച്ച മനുഷ്യരെ ലജ്ജിപ്പിക്കുവാൻ സ്വർഗം വിട്ട് കേവലമൊരു ശിശുവിൻ്റെ നിഷ്കളങ്കതയിലേക്ക് ദൈവം ചുരുങ്ങിയപ്പോൾ ആ തോൽവി തന്നെയല്ലേ ദൈവം തെളിയിച്ചത്? അതെ, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിച്ച ദൈവം ഒരു നിഷ്കളങ്ക കുഞ്ഞിൻ്റെ ഇല്ലായ്മയിലേക്ക് ചുരുങ്ങുന്നു. രാത്രിയും പകലും വേനലും ശൈത്യവും അവനെയും ബാധിക്കുന്നു. വിശപ്പും പ്രലോഭനവും ക്ഷീണവും നിദ്രവുമൊക്കെ അവനുമുണ്ടാകുന്നു. അതെ, മനുഷ്യരുടെ അഹന്തയെ ലജ്ജിപ്പിക്കുവാൻ ദൈവം സ്വയം തോറ്റു തന്നു. ആ തോൽവിയേക്കാൾ വലിയ സ്നേഹമൊന്നുമില്ലെന്നേ. ആകയാൽ ഈ ആഗമനകാലത്ത് സ്നേഹത്താൽ തോൽക്കാനുള്ള മനസ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക്.